നമസ്കാരം. പൊന്മാൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അഭിനേതാക്കൾ നമ്മളോട് ഉണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. സജൻ ഗോപു, ബേസിൽ ജോസഫൻ, ആനന്ദ് മൻപത്. നമസ്കാരം. നമസ്കാരം. പൊന്മാൻ പൊന്മാനാണോ പൊന്മാനാണോ? കാരണം നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇത് മാനാണോ മാനാണോ എന്ന് ആലോചിച്ചു. എങ്ങനെ പറയാം? പൊന്മാനോ പൊന്മാനോ? പൊന്മാൻ പൊന്മയാണ്. അതെ, പക്ഷെ ഫെമിലിയാരിറ്റി ഉണ്ട് താനും. പൊന്മാൻ നീല പൊന്മാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫെമിലിയാരിറ്റി ഉണ്ട് താനും. എന്നാൽ പക്ഷെ അതിൽ ചെറിയൊരു ട്വീക്ക് പൊന്മാനാണ് എന്നുള്ളത്. അത് കഥയിലും ഒക്കെ ക്യാരക്ടറിനൊക്കെ അനുസരിച്ചിട്ട് അതിന് അത് കറക്റ്റ് സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ കറക്റ്റാന്ന് തോന്നുമായിരിക്കും. അങ്ങനെ 4-5 ചെറുപ്പക്കാരെന്ന് പറഞ്ഞ ഒരു ബുക്കിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തൊരു സ്റ്റോറിയാണ്. അങ്ങനെയാണ് ഈ ഒരു സിനിമയായത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ബേസിൽ ചേട്ടനോടാണ്. കാരണം ആസ് എ ഡയറക്ടർ ഒരു ബുക്ക് സിനിമയാക്കുമ്പോൾ അതിൻ്റെതായ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ചേട്ടനാണ് ഈ ഒരു സ്ഥാനത്തെങ്കിൽ ഈ ഒരു ബുക്ക് സിനിമയാക്കുമ്പോൾ എന്തായിരിക്കും ആദ്യം നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നൊരു കാര്യം? ഇത് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ചിന്തിക്കുന്നൊരു കാര്യം. സിനിമയാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും തിരക്കഥയിൽ വരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ സിനിമയിലെ ചില ഡ്രാമകളൊക്കെ അത് ബുക്കിൽ ചിലപ്പോൾ അത് കുറച്ചുകൂടെ നന്നായിട്ട് വായനക്കാർക്ക് കിട്ടുമായിരിക്കാം. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ അതിന് കുറച്ചുകൂടെ വേറൊരു കമേഴ്ഷ്യലായിട്ടുള്ള ഒരു ടെംപ്ലേറ്റിലേക്ക് അത് മാറ്റി പ്ലേസ് ചെയ്യപ്പെടേണ്ട വരുമായിരിക്കും. എന്നാൽ ബുക്കിനോട് പരമാവധി നീതി പുലർത്തുകയും വേണം. കാരണം ബുക്ക് വായിച്ചവർ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. അതിലെ ക്യാരക്ടേഴ്സ്, അതിലെ ഡയലോഗ്സും ബുക്കിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സിനിമയിലും കമ്മ്യൂണിക്കേറ്റ് ആവുകയും ചെയ്യണം. ബുക്കിൻ്റെ അത്രയും വന്നില്ല സിനിമ എന്നൊക്കെ പറയണ പോലത്തെ ഇതിലേക്ക് വരുമല്ലോ. അപ്പോൾ അത് ബുക്കിനോട് 100% നീതി പുലർത്തുകയും അതേസമയം കറക്റ്റായിട്ടുള്ളൊരു സിനിമാറ്റിക് ഒരു എക്സ്പീരിയൻസ് ഓഡിയൻസിന് കൊടുക്കുകയും വേണം. തിയേറ്ററിലിരുന്ന് നമ്മളൊരു അവിടെ ഇരുന്ന് കാണികളുടെ കൂടെ ഇരുന്ന് ഒരു ഇരുട്ടുമുറിയിലിരുന്ന് കാണുമ്പോൾ അതിന് വേറേതായിട്ടുള്ളൊരു അപ്രോച്ച് തന്നെ തിരക്കഥയിലുണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചെറിയ വേരിയേഷൻസൊക്കെ ഇത് സിനിമയിലേക്ക് വന്നപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബുക്ക് വായിച്ചവർക്ക് ആ കഥയുടെയും ക്യാരക്ടേഴ്സിൻ്റെയും സുഖങ്ങളും ഒക്കെ കിട്ടുകയും ചെയ്യും. അതേസമയം ബുക്ക് വായിച്ചവർക്ക് കുറേ സർപ്രൈസുകൾ ഈ സിനിമയിലുണ്ട് താനും. ആ ബുക്ക് സഞ്ചരിച്ച വഴികളിലൂടെയല്ല ഈ സിനിമ കുറച്ച് മാറി സഞ്ചരിക്കുന്നുണ്ട് സിനിമയായപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ബുക്ക് വായിച്ചവർക്കും ഈ സിനിമയിൽ കുറേ സർപ്രൈസസ് ഉണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ പരമാവധി സിനിമ ബുക്കിൽ നിന്ന് തിരക്കഥയിലേക്ക് എത്തുമ്പോൾ സിനിമയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാക്സിമം മാറ്റി അത് രണ്ടും ബാലൻസ് ചെയ്യാനുള്ള ശ്രമം ഇതിൽ വളരെ എഫിഷ്യൻ്റായിട്ട് നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റേഴ്സ് ഇന്ദു ഭവൻ ചേട്ടനാണെങ്കിലും ജസ്റ്റിൻ മാത്യു കോ-റൈറ്റർ, മിന്നൽ മുരളിയുടെ കോ-റൈറ്ററാണ്. അതുപോലെ ജ്യോതിഷ് ചേട്ടനാണെങ്കിലും അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്ലേസ്മെൻറ്റിലാണ് അത് ബാലൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ എനിക്ക് പേര് ശരിക്കും പറഞ്ഞാൽ ആളെ കാണുമ്പോൾ ചെറിയ അമ്പാനെ മനസ്സിൽ വരിക. അതുകൊണ്ട് എനിക്ക് സജൻസ് അത് പേര് കിട്ടുന്നില്ല. അമ്പാനെന്ന് വിളിച്ചാൽ മതി. ഈ യെല്ലോ ടീഷർട്ട് ഉണ്ടപ്പോൾ ഞാൻ ആവേശം സിനിമയിൽ സെയിം ടീഷർട്ട് ഇട്ടിട്ട് ഈ ടീഷർട്ട് അല്ല, അയ്യോ അതല്ല ഇതൊന്നല്ല, ഈ സെയിം യെല്ലോ കളറിലെ ഡ്രസ് ഇട്ടാ വന്നിരിക്കുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങള് മുമ്പത്തെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെ ചിരി ഒരേപോലെ ഉണ്ട്. ശ്രദ്ധിച്ചു ആരെങ്കിലും പറഞ്ഞോ? അതുകൊണ്ടായിരിക്കും അത് ആ ചിരി. ഞാൻ ചിലപ്പോ അടുത്തൊരു വേറെ ചിരിയൊക്കെ സ്ഥിരമായിട്ടൊരു ചിരിയൊന്നും ഇല്ല. ആനന്ദിന്റെ കൂടെ 2 ഇന്റർവ്യൂ ആനന്ദിന്റെ ചിരിയായിരിക്കും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുറച്ചാണ് ബേസിൽ ചേട്ടൻ്റെ ഒരു എന്താ പറയാ നമ്മൾ പോലെ പകർച്ചവ്യാധി പോലെ ചിരി എല്ലാവർക്കും പ്രശ്നമുണ്ട് ചിലപ്പോ. പൊതുവെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കാരണം നമ്മള് ഒരാളോട് അധികം നേരം സംസാരിച്ചിരുന്ന ആളുടെ മാനറിസംസ് നമുക്ക് ഇതല്ലേ അറിയാതെ വന്നു പോണ ഭയങ്കര വശീകരണമുള്ള ചിരിയാണ്. അപ്പൊ എല്ലാവർക്കും പകരുമായിരിക്കും. വശീകരിച്ചു പോകുന്ന ചിരിയൊക്കെ ഇച്ചിരി വൃത്തിയായിട്ടല്ലാതെ എന്റെ ഇത്തിരിയോടൊക്കെ രസമുണ്ട്. അതെ, പല്ലി ചലിക്കുന്ന പോലെ. കോളിംബല്ലാണ് ചില കുറെ ആൾക്കാര് പറയാറ്. കോളിംബല്ല് അതന്നെ പല്ലി ചലിക്കുന്നല്ലേ കോളിംബല്ല് അല്ലല്ലേ? പല്ലി തലയ്ക്കുന്ന പോലത്തെ കോളിംബല്ല്. അതാണ് അതാണെന്നാണ് പറയണേ. എങ്ങനെയൊക്കെയാണ് ചിലർക്ക് സ്കൂട്ടർ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ എന്തൊക്കെയാ പറയുന്നത് കേൾക്കാറുണ്ട്. ഇനി നമുക്ക് ആനന്ദേട്ടോട്ട് വരുമ്പോഴേക്കും ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും ചിലപ്പോൾ. കാരണം ആനന്ദേട്ടൻ നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഇന്റർവ്യൂ ആണ്. ചേട്ടൻ ഈ ചാനലിൽ കുറച്ചാൾ വർക്ക് ചെയ്തിരുന്നു അല്ലേ? ആ ചാനലിൽ തന്നെ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ എന്നെ സംബന്ധിച്ച് എന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് അച്ചീവ്മെന്റ് നല്ലൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്. നിങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും പഠിച്ച സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് പോവുക അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പണ്ടുണ്ടായിണ്ടാവില്ലേ? ഞാൻ തിരിച്ചു വരും ഇങ്ങോട്ട്, അങ്ങനെ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് പോയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പഠിച്ച സ്കൂളിലോ അല്ലെ മുൻപ് ഉണ്ടായിരുന്ന സ്ഥാപനത്തിലോ അങ്ങനെ എന്തെങ്കിലും? എന്നെ ഇതുപോലെ വിളിച്ചായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല.
ഭയങ്കര ഒരു ഫീൽ ആയിരിക്കും. ബാംഗ്ലൂരായിരുന്നു ഞാൻ. എന്നെ ഇതുവരെ എന്റെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടില്ല. എന്താണെന്നോ എനിക്ക് അറിഞ്ഞൂടാ. ഇതുവരെ വിളിച്ചിട്ടില്ല. ഇതുവരെ വിളിച്ചിട്ടില്ല. ബേസിലോട്ട് ഈ പടം കഴിയുമ്പോൾ വിളിക്കുകയായിരിക്കും. വിളിക്കുമായിരിക്കും. ബേസിലോട്ട് അങ്ങനെ ഉണ്ടോ? എന്റെ വീടിന്റെ തൊട്ടടുത്ത് AMHS തിരുമല തിരുമലയിലെ അധികൃതർ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ വിളിക്കുക. ഞാൻ വരും. വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആനുവൽ ഡേക്ക് നിങ്ങൾക്കൊരു വിശിഷ്ടാതിഥി മീറ്റിംഗ് ആയാലും മതി. PTA മീറ്റിംഗിനാ. എന്തെങ്കിലും സ്പോർട്സ് ഡേയോ അതെ, അതെ. എന്തെങ്കിലും ഉടൻ തന്നെ വിളിക്കട്ടെ. ബേസിലോട്ട് വെച്ചിട്ടുണ്ടോ അങ്ങനെ? സ്കൂളിൽ ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ച സ്കൂളിൽ പോയിട്ടുണ്ട്, പഠിച്ച കോളേജിൽ പോയിട്ടുണ്ട്, പഠിച്ച കമ്പനിയിൽ പോയിട്ടുണ്ട്, എല്ലായിടത്തും പോയിട്ടുണ്ട്. പഠിച്ച കോളേജിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ വാഴ സിനിമ വീണ്ടും ഇരുന്ന് കണ്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, കോളേജിൽ പഠിക്കാത്തവന്മാരൊക്കെ മാറണ, പഠിക്കാത്തവരടാ മുട്ട വാങ്ങിച്ചവരടാ തിരിച്ചു വെക്കാൻ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ സ്വന്തം സ്കൂൾ കോളേജ് ലൈഫ് ഓർമ്മ വന്നോ? പുള്ളി ബ്രില്യന്റ് ആയിരുന്നു. CET-ലാണ് പഠിച്ചത്. അപ്പൊ അവിടെ സാധാരണ ആൾക്കാർക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം. അല്ല അത്രയും ബ്രില്യന്റ്. പക്ഷെ കോളേജിൽ എനിക്ക് അങ്ങനെ മുട്ടയെ കിട്ടാറുണ്ട്. ആ കോളേജിൽ എത്തുന്ന വരെ ഉള്ളു ബ്രില്യൻസ്. കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോ ചീത്തയായി പോയി. അതല്ല ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഇത് അങ്ങനെയൊക്കെ തന്നെ. കോളേജ് വരുമ്പോ നമ്മള് ഞാൻ ഫുൾ ക്ലിയർ പാസ് എന്നൊക്കെ ആയിരിക്കും. സപ്ലി ഉണ്ടായിരുന്നു അപ്പൊ? സപ്ലി ഉണ്ടായിരുന്നു. ആ മുട്ടയല്ല, എന്നാലും മാർക്ക് കുറവായിരുന്നു. പാസ്സാവാനുള്ള മാർക്ക് കിട്ടിയിട്ടില്ല. എന്നാലും ഈ പറയുന്ന പോലെ അങ്ങനെ അത്ര മോശമായിരുന്നില്ല. കുഴപ്പമില്ലായിരുന്നു. പാസ്സാവുന്ന എല്ലാ പരിപാടിയും ചെയ്യുമായിരുന്നു. അവസാന നിമിഷം വരെ പോരാടുമായിരുന്നു. അജേഷ് പോരാടുന്നു. ഓക്കെ, ഈ സിനിമയിൽ മറ്റ് എല്ലാ ലീഡ് ക്യാരക്ടേഴ്സും ഒപ്പം തന്നെ ലിജോ മോൾ ചേച്ചിയുടെ ക്യാരക്ടറും ഭയങ്കര പ്രോബന്റ് ആയിട്ട് നമുക്ക് ടീസറിലും ട്രെയിലൊക്കെ കാണാൻ പറ്റി. ആളുടെ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നിങ്ങളല്ലേ ആക്ച്വലി എന്റെ ഇപ്പൊ ഇത്ര നാൾ ചെയ്ത സിനിമയിൽ എന്റെ ആദ്യത്തെ പേരാണ് ആദ്യത്തെ നായിക. ആദ്യ നായിക ചരിത്ര ലിപികളിൽ രേഖപ്പെടുത്തും. അതുകൊണ്ട് ഭയങ്കര. പിന്നെ ഈ പറഞ്ഞ പോലെ തമിഴിൽ സൂര്യയുടെ JBM-ലൊക്കെ അഭിനയിച്ചുകൊണ്ട് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സെറ്റിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ല കംഫർട്ടായിരുന്നു. നല്ല പെർഫോമറാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടാണ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള സിനിമയിലൊക്കെ ചേട്ടൻ ഭയങ്കര ഒരു സിഗ്മ പെമ്പിളെ അതാണ് ഞാൻ പറഞ്ഞത്. ഈ പടത്തിൽ മാത്രമേ ഉള്ളൂ. ഈ പടത്തിലും ഒരു ചെറിയ സിഗ്മയാണ്. എന്നാ പോലും കല്യാണം കഴിച്ചു എന്നുള്ള തെറ്റ് മാത്രമേ. പേരിന് കല്യാണം കഴിച്ചതൊക്കെ അതെ അതെ അതെ. ഇനിയിപ്പോ ഒരു പടം കൂടി വരുന്നുണ്ട് ഫെബ്രുവരി 14 പൈങ്കിളി. ആ വിഷമം അങ്ങോട്ട് ഞാൻ മാറ്റി തരും. പൂർണ്ണമായിട്ട് മാറ്റി തരും. വെറും പൈങ്കിളി. എല്ലാത്തിലും രോമാഞ്ചമാണെങ്കിലും ചാവേറാണെങ്കിലും ആവേശമാണെങ്കിലും എല്ലാത്തിലും ചുരുളി. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയാണ്. പെങ്ങളായിട്ടാണ് അഭിനയിച്ചത്. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കാറിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. അപ്പോൾ പുള്ളിക്കാരി ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ രീതിയിലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ് സംസാരിക്കാനും ഈ പറയുന്ന പോലെ വർക്ക് ചെയ്യാനും ഭയങ്കര രസമാണ്. പടം കഴിഞ്ഞിട്ടായാലും നമ്മൾ ഇടയ്ക്ക് പുള്ളിക്കാരി ഇങ്ങനെ ഓരോ നമ്മൾ ഡബ് ചെയ്യാൻ പോയപ്പോഴും വിളിച്ചു, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പ്രിവ്യൂ കണ്ടിട്ട് പറഞ്ഞു നല്ല രസം. അപ്പോൾ എപ്പോഴും ആ ഒരു കോൺടാക്ട് എപ്പോഴും വയ്ക്കും. പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമയിൽ. പുള്ളിക്കാരി ക്യാരക്ടറും ഭയങ്കര രസമാണ്. കുറേ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ ക്യാരക്ടർ ഇതേപോലെ ഇപ്പോൾ സൂക്ഷ്മദർശിനി കഴിഞ്ഞിട്ട് ഇതേപോലൊരു സംസാരിക്കപ്പെടാൻ പോകുന്ന ഒരു ക്യാരക്ടറായിരിക്കും ലിജോ മോളുടെ സ്റ്റെഫി ഗ്രാഫ് എന്നുള്ള ക്യാരക്ടർ. നമുക്ക് ചേട്ടൻ സിനിമയിലേക്ക് വരുന്നതിന് മുൻപും അതിന് ശേഷവും ഇപ്പൊ 2 ടൈമിലുണ്ടല്ലോ. സിനിമയ്ക്ക് വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു മിസ്കൺസെപ്ഷൻ സിനിമയിൽ ആക്റ്റീവ് ആയതിനു ശേഷം മാറിയതൊരു ചിന്തയുണ്ടോ എന്തെങ്കിലും? സിനിമയ്ക്ക് വരുന്നതിന് മുൻപ് സിനിമയെ പറ്റി ഉണ്ടായിരുന്ന ഒരു മിസ്കൺസെപ്ഷൻ? സിനിമ അല്ല, എനിക്ക് എല്ലാം നല്ലതാണ് മാത്രമേ അതുപോലൊരു ചോദ്യം. ശരിയായിട്ടുള്ള ധാരണകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെ, എനിക്കങ്ങനെ ധാരണക്കുറവൊന്നുമില്ലായിരുന്നു. എനിക്കങ്ങനെ ഒരു മാറ്റമൊന്നുമില്ല. നമ്മളെ ജീവിതം മാത്രമേ നമ്മൾ നോക്കി കണ്ടോളൂ. സിനിമയിൽ വന്നപ്പോഴും അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. നമ്മളെ ലൈഫിനെ പറ്റിയാണോ സംസാരിച്ചത് അതോ സിനിമയെ പറ്റി ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടാവുമല്ലോ എങ്ങനെയായിരിക്കാം? പക്ഷെ ഒന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറെ കാലം നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന സിനിമ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അത്രേ ഉള്ളൂ അല്ലേ? അങ്ങനെയൊക്കെ ഉള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടെ കഷ്ടപ്പാടും ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. കഷ്ടപ്പാട് കൂടുതലാണ്. അത്ര എളുപ്പമല്ല. വരാനും നിൽക്കാനും ഒക്കെ ഭയങ്കര പാടാണ് ഇതിൻ്റെ അകത്ത്. കാരണം എല്ലാ വെള്ളിയാഴ്ചയും ഒരു ലോഡ് പുതിയ ആർട്ടിസ്റ്റുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ്. പണ്ടൊക്കെ 90s ഒരു ആക്ടർ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അയാളെ പിന്നെ കോള് വരും. ഇവിടെ ഇപ്പം അങ്ങനെയല്ല. നിൽക്കാൻ ഭയങ്കര പാടാണ്. ഒരു വെള്ളിയാഴ്ചയൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അടുത്ത വെള്ളിയാഴ്ച വരണമെങ്കിൽ നമുക്ക് പുതിയ സാധനങ്ങൾ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് കട്ടയ്ക്ക് നിൽക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. സഹനം കുറെ പഠിപ്പിച്ചു. സ്ട്രഗിൾ.
ഞാൻ ഇന്നലെ വിനീതനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ വിനീതന് ഇങ്ങനെ എന്തോ കോംപ്ലിമെന്റ് കിട്ടുന്ന കേസ് അങ്ങനെ എന്തോ ടോപ്പിക് വന്നപ്പോഴേക്കും പറയുന്നു ധ്യാന്റെ വായിന്ന് ഒരു കോംപ്ലിമെന്റ് കിട്ടത്തേ ഇല്ലെന്ന് പറഞ്ഞു. ഏറ്റവും ടു ദി എക്സ്റ്റെന്റ് ധ്യാൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് തട്ടത്തിമരത്ത് എന്തോ കഴിഞ്ഞപ്പോഴേക്കും സിനിമ കണ്ടു, തിയേറ്ററിൽ നല്ല ആളുണ്ട്, എന്തോ അങ്ങനെ എന്തോ പറഞ്ഞു നിർത്തി. ആ ധ്യാൻ ചേട്ടൻ്റെ വായിന്ന് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ കണ്ടു, ബേസിൽ ഒറ്റ ക്ലാപ്പ് അടിച്ച സിനിമയില ഒറ്റ ക്ലാപ്പ് അടിച്ച എക്സ്പീരിയൻസിലാണ് കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്, അതിന്റെ സിനിമാറ്റിക് ബ്രില്യൻസ് ആണ്. അങ്ങനത്തെ ഒരു കോംപ്ലിമെന്റ് ധ്യാൻ ചേട്ടൻ്റെ വായിന്ന് കേട്ടപ്പോൾ എന്താ തോന്നിയത് ബേസിലായിരുന്നു? അവൻ തന്നെയാണോ പറഞ്ഞതെന്ന് എനിക്ക് ഞാൻ വീണ്ടും വീണ്ടും റിവൈൻഡ് അടിച്ച് നോക്കി. ഇനി ഡബ് ചെയ്ത് വേറെ മറ്റേ മഹേഷ് മിമിക്സ് എങ്ങാനും ആണോ ഇതിന്റെ പിന്നിൽ എന്ന് വരെ ലിപ്പൊക്കെ നോക്കി. ഇത് അവൻ തന്നെയാണ്. ആ കറക്റ്റാണ്, അവൻ തന്നെയാണ്. അല്ല, എനിക്ക് ഉള്ളിൽ ഞങ്ങൾ തമ്മിൽ നല്ല റെസ്പെക്റ്റ് ഉണ്ട് രണ്ടുപേർക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ ആദ്യത്തെ സിനിമയിൽ നായകനാണ് അവൻ, തിര എന്ന് പറയുന്ന സിനിമയിൽ. അപ്പോൾ അന്ന് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. കുഞ്ഞിരാമായണം ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിലും അവൻ നായകനാണ്. അപ്പോൾ അന്നും ഭയങ്കരമായിട്ടുള്ള, അപ്പോൾ ആ റെസ്പെക്റ്റ് ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ നമുക്ക് അങ്ങനെ ഒരു കൊളാബറേഷൻസ് ഒക്കെ സ്മൂത്തായിട്ട് സംഭവിക്കുന്നത്. പിന്നെ നമ്മളൊരു ഓളത്തിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ഉള്ളിൽ റെസ്പെക്റ്റ് ഇല്ലാതെ ഒന്നും ഇല്ല. ഉള്ളിൽ റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും വർഷങ്ങൾക്ക് ശേഷത്തിലൊക്കെ അത് തന്നെയാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പുമാണ്. ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴും അങ്ങനെ തന്നെ ഒരാവശ്യമുണ്ടല്ലോ, വെറുതെ അങ്ങനെ തന്നെയാ. ലൊക്കേഷനിലാണെങ്കിലും എങ്ങനെയാ, ഭയങ്കര ബ്രൂട്ടലാണ്. നമ്മളത് ഇല്ലാതെ ഇപ്പം ഇന്റർവ്യൂവിൽ വരുമ്പോൾ ഇച്ചിരിയോടെയൊക്കെ ഫിൽറ്റേർഡ് ആണെന്നേ ഉള്ളൂ. പിന്നെ എനിക്കൊന്ന് ഈ അമ്പാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ നമുക്ക് കൂടുതലും ട്രെൻഡിങ്, അതേ സോഷ്യൽ മീഡിയയിൽ മീംസ് ഒക്കെ വഴിയാ ശ്രദ്ധിക്കമ്പാനെ, അങ്ങനത്തെ സംഭവങ്ങളും അല്ലാതെ പല ഡയലോഗ്സ് ഒക്കെ. ഈ മീമുകളൊക്കെ എല്ലാം കാണാറുണ്ടോ? പിന്നെ ഫുൾ കാണാറുണ്ട്. ഏറ്റവും നന്നായിട്ട് കിട്ടിയിട്ടുള്ള ഫാൻ മൊമെന്റ് എപ്പോഴായിരിക്കും? കാരണം പെട്ടെന്നാണ് ആ ഒരു ഫുൾ സോഷ്യൽ മീഡിയ അറ്റൻഷനും ഈ ആവേശത്തിലെ അമ്പാനും രംഗണനും കിട്ടിയത്. അപ്പൊ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ട്രഷർ ചെയ്യുന്ന ഒരു ഫാൻ മൊമെന്റ് ഏതായിരിക്കും? അത് എനിക്ക് വീട്ടിൽ പിള്ളേര് കാണാൻ വരുമായിരുന്നു. അതായത് ഈ വെക്കേഷൻ ടൈമിൽ കുഞ്ഞു കുട്ടികൾ വേറെ കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ച്, അല്ലെങ്കിൽ ഫാമിലി അച്ഛനും അമ്മേനെയൊക്കെ വിളിച്ച് എൻ്റെ വീട് ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ കാണാൻ വേണ്ടി ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് പിള്ളേർ എന്നിട്ട് ഗേറ്റ് വിട്ട് പൊട്ടും, എൻ്റെ വണ്ടി എത്തിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര പിള്ളേര് തിരിച്ചറിയുന്നുള്ളതാണ് ഏറ്റവും വലിയ ഫാൻ മൊമെന്റ്. കുഞ്ഞു പിള്ളേര്, വളരെ ചെറിയ പിള്ളേര് നമ്മളെ കണ്ടിട്ട് തിരിച്ച് ഇതാണ് അമ്പാൻ എന്ന് പറയുമ്പോൾ ഇതൊന്നല്ല അമ്പാൻ, ഞങ്ങളുടെ അമ്പാൻ മെലിഞ്ഞിട്ടല്ല. ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ പെട്ടെന്ന് ഒരു കുറച്ച് നാൾ കൊണ്ട് നടന്നത്. നല്ല വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവില്ലേ? അപ്പൊ നല്ല ഹാർഡ് വർക്ക് ആയിരിക്കില്ലേ? കാരണം നമ്മളൊക്കെ എത്ര ടൈം എടുത്തിട്ടാ ജസ്റ്റ് വെയിറ്റ് കുറയ്ക്കുക. നല്ല ഹാർഡ് വർക്ക്. എത്ര കിലോ ഒക്കെ കുറച്ചു? പൊന്മാനിൽ 96 ആയിരുന്നു. പിന്നെ പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ 75. പെട്ടെന്നല്ലേ? ഞങ്ങൾ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഒരു പേരിട്ട് വിളിക്കുകയും ചെയ്തു, വെയിറ്റ് സ്റ്റാർ. ഫുൾ വെയിറ്റ്. ഇനി ബാക്കിയുള്ള പേര് കൊടുക്കാൻ പോകും. വീക്ക്ലി സ്റ്റാർ എന്നുള്ള പേര് കിട്ടിയില്ലേ? അതുപോലെ ഇനി ബാക്കിയുള്ള അത് പറഞ്ഞ നേരെ ഇങ്ങോട്ടാ. അത് അതിലേക്ക് കയറ്റിയൊക്കെ പൊക്കൂടെ? അതിലെന്തൊക്കെ സഞ്ചരിക്കാം, ഏതൊക്കെ മേഖലകളിൽ പോകാവുന്ന സാഹചര്യമാണ്. എന്തിനാണ് തിരിച്ച് വീണ്ടും നമ്മളൊക്കെ പച്ചവെള്ളം കുടിച്ചാലും മണ്ണം വയ്ക്കും. പുള്ളിക്കൊക്കെ അത് അതാ ഭയങ്കര കഴിവാ. ബ്രെഡും ജാമും കഴിച്ചിട്ട് പോലും ബ്രെഡൊക്കെ നല്ലതാണെന്നാ പുള്ളി പറഞ്ഞത്. എനിക്ക് ബ്രെഡൊന്നും കഴിച്ചാൽ എന്റെ ഭാഗത്തൊന്നും പിടിക്കുന്നില്ല. ബ്രെഡൊക്കെ കഴിക്കുന്നത് സൂപ്പർ. എല്ലാ ദിവസവും നല്ല ബ്രെഡും ജാമും വെച്ച് അടിച്ചാൽ കുഴപ്പമില്ലാതെ. നല്ല ഡയറ്റ് ആണ്. നല്ല ഡയറ്റിന് നല്ലതാണ്. ബ്രെഡ് ജാമോ അത് നമ്മള് കഴിക്കുന്ന പോലെ നിറച്ചൊന്നായിരിക്കില്ല, കുറച്ചായിരിക്കും കഴിക്കുക. ചോറിനേക്കാൾ അതിലും നല്ല ചോറാ. പിന്നെ ചോറ് ജാമിലൊക്കെ എന്തോ ഒരു ഷുഗറാ. ചെറുതായിട്ടൊക്കെ പിടിച്ചിട്ട് ചോറാണെങ്കിൽ ഭയങ്കര, ചോറ് കഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് വണ്ണം വയ്ക്കും. മാറി. അപ്പൊ വർക്കൗട്ട് എത്ര വെയിറ്റ് ഒക്കെ അങ്ങനെ പെട്ടെന്ന് സീ മാറി. നമ്മൾ പൊന്മാനിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ സിനിമയുടെ ഡയറക്ടർ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് അല്ലേ ആസ് എ ഡയറക്ടർ ചെയ്യുന്നത്. ബേസിലേട്ടന്റെയും ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ഉണ്ട്, ഒരു സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു എടുത്തൊരു വർക്ക് ഉണ്ട്. അത് ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ ഈ ഡയറക്ടറിന്റെ ആദ്യത്തെ സിനിമയാണ്. സോ എന്തെങ്കിലും ടിപ്സോ അഡ്വൈസസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, സ്ക്രിപ്റ്റ് നമ്മൾ കുറേ ഡിസ്കസ് ചെയ്യുമായിരുന്നു ആദ്യം മുതലേ. പിന്നെ പക്ഷേ ജ്യോതിഷേട്ടന് അതിൻ്റേതായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ആ സിനിമയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയും ആ ക്യാരക്ടേഴ്സും ആ സ്റ്റോറി വേൾഡും അതിൻ്റെ സെറ്റിങ്ങും അതിൻ്റെ ഡീറ്റെയിലിങ്ങുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. അത് തന്നെയാണ് സിനിമയിലും പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആധികാരികമായിട്ട് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇത്രയും ഒതൻറ്റിക്കായിട്ട് ആ നേറ്റിവിറ്റിയും ഡീറ്റെയിലിങ്ങും ഒക്കെ സിനിമയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഈ സിനിമ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും
ഇത്രയും ഡീറ്റെയിലിംഗ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇതിൻ്റെ ആ ഒരു നേറ്റിവിറ്റിയും കാര്യങ്ങളും ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ചെറിയ ചെറിയ ന്യൂവാൻസസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജ്യോതിഷേട്ടൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നും അദ്ദേഹം ജീവിതത്തിൽ കണ്ടിട്ടുള്ള പേഴ്സണലി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു കഥയും കൂടിയാണ് ഈ സിനിമയിലെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന ബുക്ക് തന്നെ. അതിൽ ആ ബുക്കിൻ്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട് ജ്യോതിശങ്കർ പുള്ളിയാണ് ഈ കഥയുമായിട്ട് ഇന്ദുഗോപൻ ചേട്ടൻ്റെ അടുത്ത് എത്തുന്നതെന്നും ആ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ദുഗോപൻ ചേട്ടൻ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ ഒരു ഇത് കോൺഫ്ലിക്റ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ഫിക്ഷണലായിട്ട് ആ കഥയെ വളർത്തിയതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്രയും പേഴ്സണലായിട്ടുള്ളൊരു സിനിമ കൂടെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും ആ സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ബുക്ക് നമ്മൾ ആദ്യമേ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ പിന്നെ ഞങ്ങൾ ഷൂട്ടിൻ്റെ സമയത്ത് ഈ പറയുന്ന പോലെ കഥയിലുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെയായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഒറിജിനൽ ആൾക്കാർ, ബാസ്റ്റിനായാലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവരെല്ലാം ഫ്രണ്ട്സ് ആണല്ലോ. ജോയിഷേട്ടനും ഇവരെല്ലാം ഫ്രണ്ട്സ്. ഇവരുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു കഥ. അപ്പോൾ ഇവരെയൊക്കെ കാണാൻ പറ്റി കഴിഞ്ഞതുകൊണ്ട് നമുക്ക് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് നമ്മൾ കാണുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ജോയിഷേട്ടൻ ഭയങ്കര ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആയിരുന്നു. നമുക്ക് എന്ത് സെഷനും പറയാം. അപ്പോൾ പുള്ളി അതെടുക്കും. അങ്ങനെയുള്ള ഒരു രീതി ഉണ്ടായിരുന്നു പുള്ളിയുടെ. അപ്പം പുള്ളി കൂടുതൽ ഫോക്കസ് ചെയ്തെനിക്ക് കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് എങ്ങനെയാണ് പോകുന്നത് അതാണ് കൂടുതലും പുള്ളി ഫോക്കസ് ചെയ്യുക. അല്ലേ, കഥാപാത്രം എങ്ങനെ പോകുന്നു, അവിടെ ലൈഫ് അങ്ങനെയാണ്, അവരിങ്ങനെയായിരിക്കും പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും. ഞാൻ പല സംശയം ചോദിക്കും, പുള്ളി അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് പുള്ളിയുടെ കയ്യിൽ എപ്പോഴും 4-5 ചെറുപ്പക്കാരൻ്റെ ഒരു നോവലിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. പുള്ളി അതിലിങ്ങനെ നോട്ട്സും ഇതൊക്കെ എഴുതി വെച്ചിട്ട് ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ സാനുചേട്ടനും ഭയങ്കരമായിട്ട് പുള്ളിയെ പോലെ ലെജൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതും ഭയങ്കര ഒരു വലിയൊരു കാര്യമായിട്ട് കരുതുന്നു. സിനിമാറ്റോഗ്രാഫർ ഞാൻ ആദ്യം സജ്ജനെ കണ്ടപ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചു, കാണുന്ന പോലെ അല്ലല്ലോ, സീരിയസ് ആണല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. ഞാൻ ആലോചിച്ചു പോയി. പക്ഷെ നമുക്ക് കുറച്ച് ഇന്റർവ്യൂ കഴിഞ്ഞ് ചിരിയൊക്കെ കേട്ടപ്പോഴേക്കും നമുക്ക് ഓക്കെ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നി. എപ്പോഴെങ്കിലും റിയൽ ലൈഫിൽ നമ്മൾ ചില ആക്ടേഴ്സ് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ഭീകരന്മാരായിട്ട് തോന്നുന്നവരെ റിയൽ ലൈഫിൽ ഭയങ്കര പഞ്ചഭാവങ്ങളായിരിക്കും. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ആക്ടേഴ്സിന്റെ പേര് പറയാൻ പറ്റും? ഞാൻ കഴിഞ്ഞ സിനിമയിൽ ബാലേന്ദ്രൻ ചുള്ളിക്കൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തായിരുന്നു. പുള്ളി നമ്മളെ പുള്ളിയെ പറ്റി ആദ്യം ആലോചിക്കുമ്പോഴേ മറ്റേ സൗകര്യമില്ല, അതല്ലേ നമ്മുടെ മൈൻഡിൽ വരുന്നത്. അപ്പൊ നമ്മള് പുള്ളിയുടെ അടുത്തിരിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഒരു പോയിന്റിൽ പുള്ളി ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് ഞാൻ മനസ്സിലായി പുള്ളി നമ്മളെക്കാളും ഭയങ്കര യുവത്വമുള്ള ഒരാളാണ്, ഭയങ്കര ഫ്രീ ആണ്. പിന്നെ നമ്മൾ ഓരോ കഥകളൊക്കെ കേട്ടു തുടങ്ങി, പുള്ളിയുടെ ഓരോ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായി പുള്ളി സാധാരണ നമ്മളെപ്പോലെ ഒരാൾ ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു നമ്മൾ നോക്കിക്കണ്ട ഒരാളും അറിഞ്ഞപ്പോൾ ഉള്ള ഒരാളും എന്നുള്ള ഇത് തോന്നി. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പൊ റീസെന്റ് എൻ്റെ മരണമാസത്തിൽ സുരേഷ് കൃഷ്ണൻ ഉണ്ടായിരുന്നു, സുരേഷ് ചേട്ടൻ. പുള്ളി അപ്പോൾ ഇപ്പോഴാണ് ആൾക്കാർ അങ്ങനെ കൺവിൻസിങ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു തമാശയിലൂടെയൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ പോപ്പുലർ ആവുന്നു. അതുവരെ നമ്മൾ ചെറുപ്പത്തിലേക്ക് കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ എല്ലാ സിനിമയിലും ഈ പറയുന്ന പോലെ വൃത്തികെട്ടവനായിട്ടും ഈ പറയുന്ന റേപ്പിസ്റ്റായിട്ടൊക്കെ വന്നിരിക്കുന്ന ആളാണല്ലോ. അവിടെ അത് എന്തെങ്കിലും ഒന്നുണ്ടാവും, എന്തായാലും ഇടി കിട്ടും എന്നുള്ള. അപ്പം അതുകൊണ്ട് ചെറുപ്പം കാലം മുതൽ അങ്ങനെ കണ്ട് പേടിച്ച് വളർന്ന ഒരാളാണ്. പക്ഷെ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളെക്കാളും യങ്ങായിട്ടുള്ള ഭയങ്കര പാവം മനുഷ്യനാണ്. ഭയങ്കര നല്ലൊരു രസമുള്ളൊരു മനുഷ്യനായിരുന്നു. വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു പുള്ളിയുടെ കൂടെ. മരണമാസത്തിൽ ഞങ്ങളൊരു 10-80 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര രസമുള്ളൊരു ആളായിട്ടാണ് പെട്ടെന്ന് അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് സുരേഷ് ചേട്ടൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇപ്പോൾ കൺവിൻസിങ് സ്റ്റാർ എന്നുള്ള രീതിയിൽ വേറെ രീതിയിൽ പോപ്പുലറാണ്. പക്ഷേ അത് ആവണതിന് മുമ്പ് വരെ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനത്തെ ഒരു ഇമേജ് ആണല്ലോ. പക്ഷെ ഭയങ്കര പാവം മനുഷ്യനാണ്. ഒരു വില്ലൻ എന്നുള്ള രീതിയിൽ നിന്ന് മാറി കാണുമ്പോൾ വേറെ കൺവിൻസിങ് സ്റ്റാറിന്റെ സാധനം നോക്ക് ട്രെൻഡിങ് ആയി. അതൊന്ന് ഡൗൺ ആയപ്പോഴേക്കും ആളുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ന്യൂ ഇയർ വിഷ് ചെയ്തിട്ട് കണ്ടായിരുന്നു വീഡിയോ. എല്ലാരും അയച്ചു. അത് തന്നെ അത് മീമായി. സത്യം ഏത് വൈറസ് വന്നപ്പോഴേക്കും അത് തന്നെ എല്ലാവർക്കും നല്ല ന്യൂ ഇയർ. ലാസ്റ്റ് ഒരു ചിരി ഇങ്ങനെ മറ്റേ പാട്ടും. അതെ. ചേട്ടൻ എങ്ങനെയില്ല ഏതെങ്കിലും ക്യാരക്ടേഴ്സ്? ഞാൻ വളരെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. നേരിട്ട് മീറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് അഭിനയിച്ചപ്പോഴാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ ഒന്നുമില്ല. ഫാദ് ഖാനൊക്കെ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് അതാണ് തോന്നിയേക്കണത്. പുള്ളി അടിപൊളിയായിട്ട് ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. പിന്നെ ലിജോ ചേട്ടനെ ഞാൻ ചുരുളിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഡയറക്ടറായിരുന്നു. ഇപ്പം പൈങ്കിളിയിൽ എൻ്റെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര രസമായിട്ട് തോന്നി. ഞാൻ ഭയങ്കര ചുരുളിയിൽ ഞാൻ ഡയറക്ടറായിട്ട് കാണുമ്പോൾ വേറൊരു ലിജോ ചേട്ടനായിരുന്നു. അങ്ങനെയല്ല, അതില് പടം കാണുമ്പോൾ അറിയാൻ പറ്റും, ഒന്നും പറയാനും പറ്റില്ല. അപ്പൊ പുള്ളി ഒപ്പം പെർഫോം ചെയ്തപ്പോൾ
ഭയങ്കര വേറൊരു പരിപാടി പോലെ തോന്നി. എനിക്ക് കഴിഞ്ഞ വർഷത്തെ ബേസ്ലൈൻ്റെ സിനിമകളുടെ ഒരു വെച്ചോക്കുകയാണെങ്കിൽ എൻ്റെ വൺ ഓഫ് ദി എന്താ പറയുക ഒരു ഫേവറേറ്റ് ആണ് ജയഹേല രാജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ. നിങ്ങളതിൽ അളിയന്മാരായിരുന്നില്ലേ? ബേസ്ലൈനോട് ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ പടത്തിലും വരാൻ കാരണം പുള്ളി തന്നെയാണ്. ഒരു ദിവസം പുള്ളി വിളിച്ചപ്പോഴാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു സാധനമുണ്ട് എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞത്. പുള്ളിയാണ് നമ്മളെ ഡയറക്ടറിന് അയച്ചു കൊടുത്തതൊക്കെ ചെയ്തത്. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ജയഹേല് ചെയ്തപ്പോൾ ഉള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പോഴൊക്കെ ഒരേപോലെ തന്നെയാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് അഭിനയിക്കുമ്പോഴും നമുക്ക് സ്പേസ് തരാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിന്ന് അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടും ആ ഒരു സാധനം. അങ്ങനെയുള്ള ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ലൊരു കോ ആക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതെ, എനിക്ക് ആ സിനിമ കാണുമ്പോൾ ഇവൻ നമ്മൾ ഫാമിലി ആയിട്ടിരുന്ന് കാണുമ്പോഴേക്കും മറ്റേ ആ ഫൈറ്റ് സീനൊക്കെ വരുമല്ലോ, എൻ്റെ വീട്ടുകാർ പറയും ഇടിക്കവന് കാരണം എല്ലാവർക്കും ദേഷ്യം തോന്നും ആ ഒരു ക്യാരക്ടറിനോട്. അതാണ് അത് ചെയ്തു വെച്ചേക്കുന്നതിന്റെ ഒരു ഗുണമേന്മയായിട്ടാണ് എനിക്ക്. താങ്ക്സ്. ബേസിലിട്ട് ആസ് എ ഡയറക്ടർ ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്, ആസ് എൻ ആക്ടർ നിൽക്കുന്നുണ്ട്. ഏതിനാണ് ഇപ്പോൾ ഇഫ് ഗിവൺ എ ചോയ്സ്, ഒരു ആക്ടിംഗ് ആണോ ഡയറക്ടിംഗ് ആണോ? കാരണം കഴിഞ്ഞ വർഷം ഒരുപാട് സിനിമകൾ അടുപ്പിച്ചുണ്ടായിരുന്നു, പക്ഷെ ആസ് എ ഡയറക്ടർ ചേട്ടൻ ആക്റ്റീവ് ആയിരുന്നില്ല. ഇനി എന്തായിരിക്കും? കാരണം ഒരു ബേസിൽ ജോസഫ് മൂവി കാണാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ 2025? എനിക്കും ഡയറക്ടർ എന്നുള്ള രീതിയിൽ ചെയ്യണം തന്നെയാണ് ഭയങ്കര ആഗ്രഹം. എനിക്കും ആഗ്രഹമുണ്ട്. അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. 2-3 സിനിമകൾ എഴുതിയായിരുന്നു, പക്ഷെ അതൊന്നും അങ്ങോട്ട് കളത്തിലേക്ക് എത്തിയില്ല. അത് പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയതാണ്. അപ്പോൾ എന്തായാലും പക്ഷേ ഈ വർഷം അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ആക്ടർ എന്നുള്ള രീതിയിലുള്ള പ്രൊഫൈലിൽ നിന്ന് ഒരു ഇച്ചിരി ബ്രേക്ക് എടുക്കുക, കുറച്ചുകൂടെ ടൈം കൊടുത്തിട്ട് ഡയറക്ടർ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് 2025 രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമകളുടെ എണ്ണവും, അപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രൊമോഷൻസും ഡബ്ബ് എന്നൊക്കെ പറഞ്ഞ് നമുക്കതിൽ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വർക്ക് നടക്കുന്നുണ്ട്. എന്നാൽ പോലും അത് ഓൺ ഫ്ലോറിലേക്ക് എത്താൻ ഇത്തിരി ഡിലേസ് സംഭവിച്ചു ചില പ്രൊജക്റ്റുകൾ. അപ്പോൾ അത് സിനിമകളുടെ വലിപ്പവും ആസ്പിറേഷൻസൊക്കെ വലുതാകുമ്പോൾ ചിലതൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത സാഹചര്യം വരുന്നതുകൊണ്ടാണ് അതങ്ങനെ നീണ്ടുപോകുന്നത്. പക്ഷേ എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ അതിൽ ഭയങ്കര ഡെസ്പറേറ്റുമാണ് പെട്ടെന്ന് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. ഖേദിക്കേണ്ട കാര്യമില്ല. നല്ല കാര്യങ്ങളല്ലേ സംഭവിച്ചത്. ആക്ടർ എന്നുള്ള രീതിയിൽ കുറേ നല്ല കാര്യങ്ങളുണ്ടായി. കഴിഞ്ഞ വർഷം ഒരുപാട് നല്ല സിനിമകളുണ്ടായി. 8 സിനിമകളല്ലേ? 7 സിനിമ. ഈ വർഷവും ഈ പറയുന്ന പോലെ ഇനി മരണമാസം എന്ന് പറഞ്ഞ പൊന്മാനുണ്ട്, അത് കഴിഞ്ഞ് മരണമാസമുണ്ട്. അപ്പോൾ ഈ വർഷത്തേക്കുള്ളത് ഇനി അത് കഴിഞ്ഞിട്ട് അധികം സിനിമകൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനു മുമ്പ് മറ്റേത് എങ്ങനെയെങ്കിലും പച്ച പിടിക്കണം എന്നാണ്. ആസ് എ ഡയറക്ടർ പച്ച പിടിക്കണം. അതെ. പക്ഷെ കാരണം എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഇന്ന് കാണാൻ ഇഷ്ടമാണെങ്കിൽ പോലും ഒരു ബേസിൽ ജോസഫ് മൂവീസ് ഓൾവേസ് സ്പെഷ്യൽ. അത് എനിക്ക് തോന്നുന്നു ആകെ 3 സിനിമകൾ എങ്ങാണ്ട് ചേട്ടൻ ഡയറക്റ്റ് ചെയ്തിട്ട്, പക്ഷെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ ബേസിൽ ജോസഫ് എന്നൊരു ഡയറക്ടറിനെ കാണാൻ. സോ ഇനി അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഈ January 30th റിലീസ് ആകാൻ പോകുന്ന പൊന്മാൻ എന്നൊരു സിനിമ ഏറ്റവും നല്ലൊരു വിജയമാവട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് തന്നെ ആവട്ടെ ഈ ഒരു സിനിമ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.